ധന്യമീ ജീവിതത്തിൽ ഇന്ന് സംസാരിക്കുന്നത് എക്കാലത്തും ചിന്തിക്കേണ്ട കാര്യങ്ങൾ ആണ്. ധന്യമീ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആധ്യാത്മിക പ്രഭാഷകൻ പട്ടാമ്പി ഗോപകുമാർ പറഞ്ഞിരുന്നു, എക്കാലത്തും കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. സാധാരണഗതിയിൽ യൂട്യൂബിൽ അപ്പം കേട്ട് കഴിയുക, നാളേക്ക് വേറെ കാര്യം. അപ്പം എല്ലാവരും കാണും, റേറ്റിംഗ് കൂടും. ഇത് അങ്ങനെ റേറ്റിങ്ങിനെ പ്രതീക്ഷിച്ച് ചെയ്തതല്ല ധന്യമീ ജീവിതം. തുടക്കം മുതൽക്കേ കാണുന്നവരുണ്ട്. ചിലർ ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് മൈസൂരിൽ നിന്ന് വന്നവർ പറഞ്ഞു തുടക്കം മുതൽക്കേ അത് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ ഉണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാധിക്കുന്നതാണ്. 3 ഘട്ടവും വിഷമം പിടിച്ച ഈ വിചാരിച്ച പോലെ എളുപ്പമൊന്നല്ല. ആദ്യത്തേതാണ് ആർജിക്കൽ. ഇതത്ര വലിയ കാര്യം. വിദ്യ ആർജിക്കൽ. സ്കൂളിൽ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പിന്നീട് പരീക്ഷ പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ PhD 2 കിട്ടി. ഇതൊന്നും മോശമാണെന്ന് പറയുന്നില്ല, ഇതൊന്നും ആർജിക്കലാവില്ല. വിദ്യ എന്ന സമുദ്രത്തിൻ്റെ ഒരു വക്ക് പോലും മനസ്സിലാക്കാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അഹങ്കരിക്കുന്നു, എനിക്ക് ഏതൊക്കെ ബിരുദമുണ്ടെന്നറിയോ, എത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നറിയോ, ഇനി ആരും എന്നെ പഠിപ്പിക്കാൻ വരണ്ട. സമുദ്രത്തിൻ്റെ അഗാധത കണ്ടവരില്ല. മനുഷ്യൻ്റെ ശ്രദ്ധയോ ബുദ്ധിയോ എത്തിച്ചേരാത്ത എത്രയോ സ്ഥലങ്ങൾ സമുദ്രത്തിലുണ്ട്. സമുദ്രത്തെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഗ്നി തത്വത്തിൻ്റെ മുകളിലാണ് ജലതത്വം നിൽക്കുന്നത്. അതിലും വലിയൊരു മായയുണ്ടോ? തീക്കനലിൻ്റെ മുകളിൽ പച്ചവെള്ളം നിൽക്കുക എന്ന് പറഞ്ഞാലോ, തീക്കനലിൻ്റെ മുകളിൽ പച്ചവെള്ളം. ഇതാണ് സമുദ്രം. സമുദ്രത്തിൻ്റെ അടിയിൽ മുഴുവൻ ലാവയാണ്. അതിൻ്റെ ചൂടിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കേ നമ്മൾ ദഹിച്ചു പോകും. അതിൻ്റെ മുകളിലാണ് സമുദ്രം നിൽക്കുന്നത്. ആ സമുദ്രത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ വിദ്യ ആർജിക്കുന്നത് എത്രയൊക്കെ ആർജിച്ചിരുന്നാലും നമുക്ക് മനസ്സിലാവും നമ്മളൊരു മണ്ടനാണ്. ഇതൊക്കെ മനസ്സിലാക്കാതെ തൽക്കാലം ഏതെങ്കിലും ഒരു ബിരുദമോ പരീക്ഷ പാസ്സാവലോ അവരിതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നുണ്ടാവില്ല. സാധാരണഗതിയിൽ മനസ്സിലാക്കുക, അറിവിൻ്റെ അങ്ങേ അറ്റം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ആത്മജ്ഞാനം സിദ്ധിച്ചവർ വരെ പറയുകയാണ് ഇത് എളുപ്പമല്ല എന്ന്. വിദ്യ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ആർജിക്കൽ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യം അല്ല. പുറത്ത് ബിരുദം എഴുതി വെക്കലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രായമാകും തോറും നമുക്ക് മനസ്സിലാവും എനിക്കൊന്നും അറിയില്ല. ആകെ അറിയേണ്ട വിദ്യയെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിലല്ലേ ഇപ്പോഴത്തെ വിദ്യ അപൂർണമാണെന്ന് അറിയുക. ഇപ്പം കിട്ടിയ വിദ്യ അപൂർണമാണെന്ന് അറിയണമെങ്കിൽ
ആകെയുള്ള വിദ്യയുടെ കോട്ടയെക്കുറിച്ച് നമുക്കൊന്നറിയണ്ടേ? സമുദ്രം മുഴുവൻ അറിഞ്ഞാൽ മതിയോ? എത്ര ഗ്രഹങ്ങൾ, എത്ര ഗോളങ്ങൾ, പല ഗോളത്തിലെയും പ്രകാശരശ്മികൾ ഈ ഭൂമിയിൽ എത്തിയിട്ടില്ല അതുവരെ. അപ്പം എത്ര അകലെയാണ്? അവിടേക്ക് എത്ര സമുദ്രമുണ്ട്? അതുകൊണ്ട് വിദ്യ ആർജിക്കൽ എളുപ്പമല്ല. രണ്ടാമത്തെ കാര്യമാണ് ധനം. ഇത് ഉണ്ടാക്കി വയ്ക്കലും എളുപ്പമല്ല. ഇപ്പോൾ ധനം ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. ഒരു കോടീശ്വരനെ പറ്റി ഒരിടത്ത് വായിച്ചു, ഒരു ദിവസം എത്രയോ കോടി വരുമാനമുണ്ട്. ഒരു ദിവസം. ആകെയുള്ള ധനികരിൽ വെച്ച് വലിയ ധനികരെ പറ്റി നമുക്ക് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ധനികൻ എന്ന് പറയുക? ആർജിക്കൽ എളുപ്പമാണോ വെച്ചല്ല. അപ്പം ആ കോടീശ്വരൻ എത്ര ബുദ്ധിമുട്ടിയിട്ടും കഷ്ടപ്പെട്ടിട്ടും ആയിരിക്കും ഈ ധനമൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾ ഓരോരുത്തരും 10 രൂപ കിട്ടുമ്പോൾ 15 ഉറുപ്പിയുടെ ചിലവുണ്ടെങ്കിൽ ശരി, ഇതിന്ന് ബാക്കി മാറ്റി വെച്ചാലല്ലേ ഒരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആർജിക്കൽ എളുപ്പമാണോ? ഏറ്റവും വലിയ ധനികൻ വരെ ദരിദ്രനായി മാറുന്ന നിമിഷമുണ്ട്. കേരളത്തിലെ ഒരു കോടീശ്വരൻ വർത്തമാനമധ്യേ പറഞ്ഞൊരു വരിയാണ്. അത് കേട്ടപ്പോൾ ഞാൻ അപ്പം ചിരിച്ചു. അവരൊക്കെ കണ്ടാൽ നമ്മളൊന്നുമല്ല. ആ വരിയാണ്. അവരെ കണ്ടാൽ നമ്മളൊന്നുമല്ല. അവരോ വേറെ ചിലവരെ കണ്ടാൽ അവർ ഒന്നുമല്ല. ആരാണ് ധനമാർജിച്ച വ്യക്തി? ആർജിക്കൽ എളുപ്പമല്ല. വിദ്യ ആർജിക്കുന്ന പോലെ തന്നെ ധനം ആർജിക്കൽ എളുപ്പമല്ല. അതേ സമയത്ത് വിചാരിച്ചത്ര ധനം ഇവരുടെ കയ്യിൽ ഉണ്ടാകില്ല. ധനത്തിൻ്റെ സീമയെക്കുറിച്ച് നമുക്കറിയില്ല. ധനത്തിൻ്റെ സീമ എവിടെയാണ്? സാക്ഷാൽ ലക്ഷ്മീദേവിയും പറയണ്ട, അയ്യോ എനിക്കറിയില്ല കേട്ടോ. കുബേരൻ എന്താ പറയുക, എനിക്കറിയില്ല, ഞാനൊരു ദരിദ്രനാണെന്നും പറയും ചിലപ്പോൾ. എന്നാലോ ഇത് കുറച്ചെങ്കിലും ഉണ്ടാക്കി വെക്കണമെങ്കിൽ പണി എത്രയാണ് ഈ ധനം? ഇത് ഉണ്ടാക്കി വെക്കാനാണ് ഒരു ജന്മം മുഴുവൻ നമ്മൾ പാഴാക്കുന്നത്. ആർജിക്കലാണ് ഒന്നാം സ്ഥാനം. ഇനി മൂന്നാമതായിട്ട് ആർജിക്കലാണ് അംഗീകാരം. അംഗീകാരം ഉണ്ടാവണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ടും ആരംഗീകരിച്ചു എന്നാണ് പറയണത്? ഞാൻ വലിയ അംഗീകാരം കിട്ടിയവരാണ് എന്നും പറഞ്ഞ് മരിച്ചു പോയവരില്ലേ? നമ്മളവരെ മറന്നു, അവരുടെ കൂടെ ഉള്ളവരും മരിച്ചുപോയി. പിന്നെ അംഗീകാരം അവിടെ? സമകാലികരായിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ അംഗീകാരമാണ് നമുക്ക് കിട്ടുക. അവർ മരിച്ചുപോയി, നമ്മളും മരിച്ചുപോയി. പിന്നെ അംഗീകാരം അവിടെ? ആ നാട്ടിൽ മുഴുവൻ എന്നെ അറിയും. എൻ്റെ പേര് പറഞ്ഞാൽ അറിയാത്തവരില്ല, അത് ചോദിച്ചോ എന്നൊക്കെ നമ്മൾ അഹങ്കാരം പറയും. എന്നാലോ അംഗീകാരത്തിൽ അർത്ഥമില്ലാതെ പോട്ടെ, ഇത് കുറച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പണിയത്ര ഉണ്ട്. വിദ്യ ഉണ്ടാക്കുന്ന പോലെയും ധനം ഉണ്ടാക്കുന്ന പോലെയും ഒരു ഓട്ടപ്പന്തയത്തിൽ ജയിക്കണമെങ്കിൽ പണിയത്ര ഉണ്ട്. ചെറിയൊരു ഓട്ടപ്പന്തയമാണ്.
ഗ്രാമത്തിൽ നടക്കുന്ന കലാസമിതി വാർഷികത്തിന് സ്പോർട്സിൻ്റെ മത്സരം വെച്ചതാണ്. നമ്മുടെ കൂടെ ഓടാൻ 4 ആളുണ്ട്. ആ 4 ആൾ ഒന്നാം സ്ഥാനം കിട്ടണമെങ്കിൽ പണി എത്ര ഉണ്ട്? ഈ 4 ആളിൽ ബാക്കി 3 ആളെ തോൽപ്പിച്ച് അവരുടെ മുമ്പിൽ നമ്മൾ എത്തണ്ടേ? നമ്മളെ ജയിക്കാൻ ആ 3 പേര് സമ്മതിക്കുമോ? ഒന്നാം സ്ഥാനം കിട്ടിയില്ല, 2ാം സ്ഥാനം കിട്ടിയ എളുപ്പമാണോ? 3ാം സ്ഥാനക്കാരന് വരെ ഒരു സമ്മാനം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആർജിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊന്ന് ആർജിക്കുന്നതിൻ്റെ പിന്നിലും എത്രയോ ക്ലേശം ഉണ്ട്. ധന്യമീ ജീവിതം കേൾക്കുന്നവർ ധാരാളം ആർജിച്ചവരുണ്ട്. അവർക്കറിയാം ഓരോന്ന് ആർജിച്ചതിൻ്റെ പിന്നിലും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ ആർജിക്കലാണ്. ഏതെങ്കിലും ഒന്ന് ആർജിക്കുക. മെഡിറ്റേഷനാണ് ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്, അതാർജിക്കണ്ടേ? ആ മെഡിറ്റേഷനിൽ നമുക്ക് ഗുണമുണ്ടാവണ്ടേ? ഇഷ്ടപ്പെട്ട ദേവത നമ്മൾ വിളിച്ചാൽ ഓടി വരണ്ടേ? അപ്പം മെഡിറ്റേഷനിൽ മിടുക്കെന്ന് പറയാൻ കഴിയില്ല. 2ാമത്തെ കാര്യമാണ് പരിപാലിക്കൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ അമ്മോ, ആർജിക്കാൻ എത്ര ബുദ്ധിമുട്ട്, എന്നിട്ടോ പരിപാലിക്കണ്ടേ? ആർജിച്ചു, ആദ്യം വീടുണ്ടായിരുന്നില്ല, വാടക വീട്ടിലാണ് താമസം. അവസാനം വീട് പണിതു. ഇനി പണിത വീടിൻ്റെ കൂടെ ഈ വീടിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം, പരിപാലിക്കണം. എളുപ്പമാണോ? അത് കഴിഞ്ഞിട്ട് ധനം കൂടി. ധനം കൂടിയപ്പോൾ എന്താ? ഇതിനൊക്കെ പരിപാലിക്കണം. ഇപ്പോൾ ഒരു വീട് എന്നുള്ളത് 6 വീടായി. ഈ 6 വീട്ടിൽ 3 എണ്ണം വാടകയ്ക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഓരോരുത്തരാണ് കേട്ടോ, ഞാനല്ല. എനിക്ക് മാങ്കാവിൽ ഞാൻ താമസിക്കുന്ന ഈ ചെറിയ വീട് തന്നെ ഉള്ളൂ. ഇത് പരിപാലിക്കലുള്ള ബുദ്ധിമുട്ട് എന്താ അറിയും? അടിച്ചോരി തുറക്കണ്ടേ? ഒരു മുറി അതിഥിക്ക് വേണ്ടേ? ഇല്ലെങ്കിൽ ഒരാൾ വന്നാൽ കിടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ആ അതിഥി മുറി പരിപാലിക്കണ്ടേ? ഇതൊന്ന് പരിപാലിക്കണ്ടേ? കാണാൻ വരുന്നവർക്ക് വേണ്ടി ധാരാളം പേര് കാണാൻ വരുന്നുണ്ട്. വീടിൻ്റെ പുറത്ത് വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടോയ്ലറ്റ് ഈടപ്പെടുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആ ടോയ്ലറ്റ് പോയ 2-3 പേര് എന്തോ സംശയം ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പണിതിന് ലക്ഷം ഞാനേ കണ്ടിട്ടില്ല അത് കയറിയിട്ട്. ഇതിനൊക്കെ നേരെ അവിടെ ഒരു വീടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കാര്യമാണ്. നമ്മൾ പലതും ആർജിച്ചൊക്കെ പരിപാലിക്കണ്ടേ? 6 വീട് പരിപാലിക്കണ്ടേ? ബാങ്ക് ബാലൻസ് കൃത്യമാണോ നോക്കണ്ടേ? ശരീരത്തെ നമ്മൾ ആർജിച്ച് കിട്ടിയതാണ്, അതിനെ പരിപാലിക്കണ്ടേ? രാവിലെ എണീറ്റാൽ ഇതൊന്നും പരിപാലിക്കണ്ടല്ലോ. ചിലപ്പോൾ മടി തോന്നും. ഈ പല്ലേക്കുക എന്നുള്ളൊരു വല്ലാത്ത എന്ന് തുടങ്ങിയതാണ് ഈ പല്ലേക്കൽ. 2 മിനിറ്റ് അവിടെ അങ്ങനെ ചിലപ്പോൾ മടിയോട് കൂടിയിരിക്കും. ഈ പല്ലവും തേക്കണല്ലോ. പല്ല് തേച്ചിട്ട് ആ സമയത്ത് ആരെങ്കിലും കാണാൻ വരുന്നു, ഇപ്പം വീട്ടിലുണ്ടോ, ഞങ്ങൾ അകലേന്ന് വരിക എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ ശരീരത്തിനെ ആക്കിയെടുക്കണമെങ്കിൽ പണി എത്ര ഉണ്ട്? എണീക്കണം, കക്കൂസ് പോകണം, ഷേവ് ചെയ്യണം, കുളിക്കണം, കുളി കഴിഞ്ഞിട്ട് കണ്ണാടി റൂമിൽ ഒന്ന് നിൽക്കണം, ഡ്രസ്സ് മാറ്റണം. ഈ പരിപാലിക്കൽ എളുപ്പമാണ്. പരിപാലിക്കാനാണ് ഈ പ്രഷർ കൂടുതലും, അസുഖങ്ങളൊക്കെ എന്താ അറിയും?
പരിപാലിക്കൽ. ഉടനെ പോകണം. പലതിനും പരിപാലിക്കാണ്ട്. വീട്ടിൽ കോഴിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, ഇതിനൊക്കെ പരിപാലിക്കണം. ശരീരത്തിനെ പരിപാലിക്കണം. ഉച്ചയ്ക്ക് ചെറുതായിട്ടൊന്ന് മയങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. ഇതൊക്കെ പരിപാലിക്കല. സ്വർണം കുറേ വാങ്ങി വച്ചിട്ടുണ്ട്, ഇതെങ്ങനെ പരിപാലിക്കും സ്വർണത്തിന്? അതും കഴിഞ്ഞ് മനസ്സമാധാനമില്ല. നിങ്ങളുടെ സ്ഥലമല്ലേ അവിടെ, ഇന്ന സ്ഥലത്ത് ഇന്നൊരു പ്രശ്നമുണ്ട്, ഉടനെ അവിടെ കയറി ചെല്ലണ്ടേ? 30ാം നിലയിലത്തെ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൽ ചോർച്ചയുണ്ട്, പിന്നെ സമാധാനമുണ്ടോ? എങ്ങനെയാണ് അവിടെ ചോർന്നത്? ഇതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആർജിക്കൽ കഴിഞ്ഞാൽ പരിപാലിക്കൽ എളുപ്പമല്ല. വിദ്യ ആർജിച്ചു പരിപാലിക്കണ്ടേ? 50 കൊല്ലം മുമ്പ് ഭരണഘടന വായിച്ചിട്ടുണ്ട്. ഭരണഘടനയൊക്കെ മാറിയില്ലേ? പരിപാലിക്കണ്ടേ? അല്ല, പണ്ട് ഞാൻ വായിച്ച് പഠിച്ചിട്ടുണ്ട്, ഞാൻ മരുന്ന് എഴുതി തരാം. 50 കൊല്ലം മുമ്പത്തെ മരുന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ലേറ്റസ്റ്റായിട്ട് എത്ര വ്യാഖ്യാനം വന്നു എന്ന് നമ്മൾ അറിയണ്ടേ? അത് വായിക്കണ്ടേ? ലളിതാ സഹസ്രനാമം വായിച്ച് പരിപാലിച്ച് തീരുമോ? ദിവസേന വായിക്കും വേണം. അതിൽ എത്രയോ റിസർച്ച് വരെയാണ് ഒരു നാമത്തെ ചൊല്ലി. അത് പരിപാലിക്കണം. പണം വെറുതെ എടുത്ത് വെച്ചാൽ പറ്റുമോ? ബാങ്കിലിടണം. ബാങ്കിലിടുമ്പോൾ ഇപ്പോൾ പലിശ ഉണ്ടോ? നിസ്സാരമായ പലിശ. ആ പലിശ അപ്പോഴങ്ങോട്ട് ചിലവാക്കിയാലോ? അപ്പോഴങ്ങോട്ട് ചിലവാക്കിയാൽ ഇപ്പോൾ വലിയ എസ്റ്റേറ്റ് വിറ്റവർക്ക് ഇപ്പോൾ മാസം അന്നത്തെ കണക്ക് വെച്ചിട്ട് ഇപ്പോൾ കണക്കാക്കുമ്പോൾ 1000 രൂപ പലിശ കിട്ടും. അന്ന് 1000 രൂപ വലിയ കാര്യമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 1000 രൂപ വലിയ കാര്യമാണ്. ഇത് പരിപാലിക്കണം. ശരീരത്തെ പരിപാലിക്കണം, ധനത്തെ പരിപാലിക്കണം, വസ്തുക്കളെ പരിപാലിക്കണ്ടേ? ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ മുമ്പിൽ വലിയൊരു ബോർഡ് പോലെ വലിയൊരു പടമുണ്ട്. അത് ഫ്രെയിം ചെയ്യാൻ തന്നെ 3500 റുപ്യ എന്ന് പറഞ്ഞാലും എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു പ്രശസ്തി പത്രമാണ്. ആ പ്രശസ്തി പത്രം കിട്ടിയതിനും ഉണ്ടായിരുന്നാൽ മതിയോ? അതിൻ്റെ മുകളിൽ പൊടിയടിക്കില്ലേ? അതൊന്ന് തുടച്ചുകൂടെ എന്ന് ഇവിടെ വരുന്നവർക്ക് പറയില്ലേ? തുടയ്ക്കാൻ നേരത്തെ വേണം. പരിപാലിക്കൽ ഏത് കാര്യത്തിലും ആർജിക്കൽ കഴിഞ്ഞ് പരിപാലിക്കൽ രണ്ടാമത്തെ സ്റ്റേജ്. ദൈവമേ, മൂന്നാമത്തെ സ്റ്റേജാണ് ഇനി പറയണത്. ആർജിച്ചു, പരിപാലിച്ചു, പരിപോഷിപ്പിക്കട്ടെ. ഏതൊന്നും കൂട്ടണ്ടേ? ഇപ്പോൾ വന്ന് എത്ര വീടുണ്ട്? ഇപ്പോൾ ഇവിടെ 5 വീടും 4 ഫ്ലാറ്റും ഉണ്ട്. പരിപോഷിക്കണ്ടേ? ഇനി ഒന്നും ഇത് മതിയോ? അത് കൂട്ടണ്ടേ? ആ തൊട്ട വീട്ടുകാരൻ വീട് വിൽക്കാൻ പോകുന്നു കിട്ടും, അതും കൂടി ഇവിടെ വാങ്ങിയിട്ട് ചേർത്തിയാലോ? അതിൻ്റെ അപ്പുറത്തെ ആൾ ആ സ്ഥലം വിൽക്കുന്നു, ആ സ്ഥലം വിറ്റാൽ നമുക്കായിട്ട് വാങ്ങി ഇങ്ങോട്ട് കൂട്ടിയിട്ടാലോ? ഇത് പരിപോഷിക്കണ്ടേ? അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ അംഗീകാരമൊക്കെ കിട്ടി, അപ്പോൾ അത് തുടച്ച് വൃത്തിയാക്കൽ, പക്ഷേ അത് മതിയായല്ലോ, പരിപോഷിക്കണ്ടേ? ഇനി വേറെ എവിടുന്നൊക്കെ പ്രശസ്തി പത്രം കിട്ടുക നോക്കി നടക്കണ്ടേ? ഇന്ന കൂട്ടരൊരു പ്രശസ്തി പത്രം കൊടുക്കുന്നുണ്ട്, അത് കിട്ടാൻ ആരാ എന്താ പാകം, ആരെ ചാക്കിടണം? സമാധാനമുണ്ടോ? ആർജിക്കലും പരിപാലിക്കലും പോരാ, പരിപോഷിപ്പിക്കണം. ശരീരത്തിനെ പരിപോഷിപ്പിക്കണ്ടേ?
ഇടയ്ക്കിടയ്ക്ക് ആയുർവേദ റിസോർട്ടിലൊക്കെ പോയി കിടന്ന് കുറേ തൈലൊക്കെ മേല് പുരട്ടി കുറേ കാശും ചിലവാക്കി പരിപോഷിപ്പിക്കണം. അപ്പോഴോ ഇതൊക്കെ പരിപോഷിക്കുന്നത് അബദ്ധമാണ്. കാരണം ഇതൊക്കെ നാശമുള്ളതാണ്. ഇതൊക്കെ നാശം. അച്ഛൻ്റെ സ്വഭാവ ഗുണത്തേക്കാൾ നന്നായി ജീവിക്കുമ്പോഴാണ് പരിപോഷിക്കൽ. അച്ഛന് ദുഷ്പേരുണ്ടാക്കണം നല്ല മക്കളെന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? ഇവൻ കള്ളുടിയനായിട്ട് ചീത്തപ്പേരുണ്ടാക്കണം എന്നല്ല. പിതാവിന് ദുഷ്പേരുണ്ടാക്കണം നമ്മളൊക്കെ. കാരണം ഇപ്പം പിതാവിന് സൽകീർത്തിയുണ്ട്. അതിനേക്കാൾ ഗുണങ്ങൾ കാണിക്കുമ്പോൾ ജനം പറയും മകൻ്റെ മുമ്പിൽ അച്ഛനൊന്നുമല്ല കേട്ടോ. അപ്പം അച്ഛന് ദുഷ്കീർത്തിയായില്ലേ? ഏത് കാര്യത്തിലും അയ്യോ മക്കളെവിടെത്തി അത് വെച്ച് നോക്കി അച്ഛനും അമ്മ എന്താണ്. ഇതാണ് ഈ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. ആർജിക്കൽ, പരിപാലിക്കൽ, പോഷിപ്പിക്കൽ, ധന്യമേ ജീവിതം ചിന്തയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. പറയുന്നതൊക്കെ ശരി എന്നുള്ള ഭാവമൊന്നുമില്ല. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.